وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നു. അതിനായി വസിയ്യത്ത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഭൗതികപരമായിട്ടുള്ള നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ മുമ്പിൽ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുക എന്നുള്ളത്. ഒരു വലിയ ഭരണാധികാരി, ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി പോലെയുള്ള ആളുകൾ, മന്ത്രിമാർ, ഇവരുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കാം. അതല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് അവർ നമ്മളെ മനസ്സിലാക്കി നമ്മളെ പേരെടുത്ത് വിളിച്ചാലൊക്കെ വലിയ സന്തോഷമാണ് ആളുകൾ. അത് മാനുഷികമായിട്ടുള്ള ഒരു സ്വഭാവം കൂടിയാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു നിലയും വരെയും ആദരവും ബഹുമാനവും ഒക്കെ ലഭിക്കേണ്ടത് എവിടെയാണ്, ആരിൽ നിന്നാണ് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ മുന്നിലാണ് അവന് നിലയും വരെ കണ്ടാലേണ്ടത്. നാളെ പരലോകത്തെത്തുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പരലോകത്തെത്തുന്ന സമയത്ത് നീ എന്നെ നിന്ദിക്കരുത് എന്ന് മഹാനായ പ്രവാചകൻ, അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, അല്ലാഹുവിന്റെ അരികിൽ നമ്മൾ നിലവിലുള്ള ആളുകളാണോ? അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ അല്ലാഹു നമ്മെ നിന്ദിക്കുന്ന രൂപത്തിലുള്ളതാണോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആക്ഷേപിച്ച, പരിഹസിച്ച ചില വ്യക്തികളെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് നൽകിയ ആദരവും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖാറൂൻ ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരിനെ കളങ്കപ്പെടുത്താൻ പരിശ്രമിച്ചപ്പോൾ തന്റെ അനുയായികളും നാട്ടുകാരും മറ്റുള്ള ആളുകളുമൊക്കെ അത് ഏറ്റുപിടിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുള്ള ഒരു പോരായ്മയെ പരിഹസിച്ചപ്പോ അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ അരികിൽ
ഉത്കൃഷ്ടമായിട്ടുള്ള സ്ഥാനമുണ്ട് നിനക്ക് എന്നുള്ളത്. അള്ളാഹുവിന്റെ അരികിലെ നീ പരിഹസിക്കപ്പെടുന്നവരല്ല, നിനക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുന്നത്. നമ്മുടെ അടുത്ത് പരിശോധിച്ചു നോക്കുക. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പം മുതൽ ജനിക്കുന്നതിന് മുമ്പേ അല്ലാഹുവിന് വേണ്ടിയിട്ട് നേർച്ചയാക്കപ്പെട്ട ഒരു സ്ത്രീ. പള്ളിയിൽ കഴിഞ്ഞുകൂടെ പുരുഷബന്ധമില്ലാതെ ഗർഭിണിയായി സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നിന്ന് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും മാത്രമായിട്ടുണ്ടാവുക, ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ വരെ ഉണ്ടായിരിക്കും. എന്നാൽ അവരെ അള്ളാഹു ചേർത്ത് പിടിച്ചത് എന്തു പറഞ്ഞുകൊണ്ടാണ്? മലക്കുകളെ നേരിട്ട് പറഞ്ഞു വിട്ടു. ഇത് കാലത്തിൽ മലായിക. എന്നിട്ട് മലക്കുകൾ പറഞ്ഞു, യാ മറിയം, ഏ മറിയമേ, ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമ, അല്ലാഹു നിനക്കൊരു വചനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കാം. മലക്കുകൾ വന്നുകൊണ്ട് പറയാം, ജനങ്ങൾ എന്ത് തന്നെ പറഞ്ഞോട്ടെ, ജനങ്ങൾ എങ്ങനെ വേണമെങ്കിലും പരിഹസിച്ചോട്ടെ. അള്ളാഹുവിന്റെ മലക്കുകൾ നേരിട്ട് വന്നുകൊണ്ട് മറിയമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു ഒരു വചനം കൊണ്ടാണ് നിനക്ക് എന്ത് ചെയ്യുന്നത്? സന്തോഷ വാർത്ത അറിയിക്കുന്നത്. എന്താണത്? ഇസ്മുൽ മസീഹു ഈസ ഇബ്നു മറിയം. സാധാരണ ആളുകൾ തങ്ങളുടെ പിതാക്കളിലേക്ക് പേര് ചേർത്ത് വിളിക്കുമ്പോ നിനക്കുണ്ടാകുന്ന മകൻ മസീഹ് എന്ന സ്ഥാനപ്പേരുള്ള ഈസ ഇബ്നു മറിയം എന്ന പേരിലാണ് അറിയപ്പെടുക. ഈസ ഇബ്നു മറിയം ഒരു സ്ത്രീയിലേക്ക് ചേർത്തുകൊണ്ട് ലോകാവസാനം വരെയുള്ള ജനങ്ങൾ അഭിസംബോധന ചെയ്യുന്ന രൂപത്തിൽ ഒരു കുഞ്ഞിനെ നിനക്ക് നൽകുന്നു. ആ കുഞ്ഞിന്റെ പ്രത്യേകതയെ നമുക്കറിയാലോ. തൊട്ടിലിൽ നിന്ന് സംസാരിച്ച ആ കുഞ്ഞ് എന്താണ്? വജീഹുൻ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും മഹത്വമുള്ളവനാണ്. ദുനിയാവിലും പരലോകത്തും മഹത്വമുള്ളവനാണ്. മാത്രവുമല്ല മിനൽ മുഖറബീൻ, അല്ലാഹുവിനോട് സാമീപ്യമുള്ളവനും ആണ്. ചരിത്രം അറിയാതെ തന്നെ നമുക്കറിയാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രമാത്രം പരീക്ഷണങ്ങളും പരിഹാസങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ജനങ്ങളിൽ നിന്ന് സഹിച്ചിട്ടുണ്ടെങ്കിലും നബിയെ സമാശ്വസിപ്പിച്ചത് നിന്റെ പേര് ഞാൻ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലോകാവസാനം വരെയുള്ള ആളുകളുടെ മുന്നിൽ പോയിട്ട്, സത്യവിശ്വാസികളായ ആളുകളുടെ മുന്നിൽ പോയിട്ട് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും അവരുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ലാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ആക്ഷേപത്തിനോ പരിഹാസത്തിനോ വകവെക്കാതെ അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സാഹിർ റളിയല്ലാഹു തആല വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത വിരൂപൻ എന്ന് നമ്മൾ സാധാരണക്കാർ പറയുന്ന ഒരു സഹാബി, കച്ചവടക്കാരനാണ്. നബിക്ക് ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങളൊക്കെ ആയിട്ട് മുറിക്കൊണ്ടുകൊണ്ട് കൊടുക്കുന്ന ആളാണ്. ഒരിക്കൽ അദ്ദേഹം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പിന്നിലൂടെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ അടിമയെ ആരാണ് വാർത്താൻ ചോദിച്ചു. തിരിഞ്ഞു നോക്കിയിട്ട് ചിന്നാര വെക്കുന്നത്, എനിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു വിലയില്ലല്ലോ, എനിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു വിലയും കിട്ടൂല, അന്നത്തെ എന്നെ കുറിച്ചിട്ട് ആരാ വെക്കുന്നത് നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയോട് കാര്യം പറഞ്ഞു, നബി എന്നൊക്കെ വേറെ പണിയൊന്നുമില്ലേ, നല്ല ആൾക്കാരാരെങ്കിലും കുറിച്ചിട്ട് കിട്ടൂടെ, ഇന്ന വീട്ടില് എന്നൊക്കെ എന്ത് കിട്ടാൻ ഒരു ചില്ലറ കിട്ടൂല എന്ന് പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നീ വിലയില്ലാത്തവനല്ല, അല്ലാഹുവിനരികിൽ നിനക്ക് വലിയ വിലയുണ്ട് എന്നുള്ളതാണ്. ജുലൈബി റളിയല്ലാഹു തആല സമാനമായ സംഭവം നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം അങ്ങനെ പറഞ്ഞു,
എന്നെ കാണാൻ വലിയ സുന്ദരനൊന്നല്ല, വലിയ സൗന്ദര്യം എനിക്കില്ല, വിരൂപനാണ്, ജനങ്ങൾ എന്നെ പരിഹസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ സ്വയം വിലയില്ലാത്തവനാകരുത്. നീ അള്ളാഹുവിനരികിൽ നല്ല വിലയുള്ളവനാണ്, അള്ളാഹുവിന്റെ അരികിൽ നിനക്കുണ്ടാകുന്ന ആ വില പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ജുലൈബീബിനെ സമാധാനിപ്പിക്കുക മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, മറിച്ച് അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുക പോലും ചെയ്തു. സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതം ആളുകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിമറിക്കാൻ നോക്കണം. അവരുടെ കോലം കണ്ടില്ലേ, അവന്റെ രൂപം കണ്ടില്ലേ, അവന്റെ വേഷം കണ്ടില്ലേ, അവരിന്ന് നാട്ടുകാരനല്ലേ, അവരിന്ന് സ്ഥലത്തുനിന്ന് വരുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പരിഹസിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരാകുന്നു യഥാർത്ഥ സത്യവിശ്വാസികൾ. അവർക്കാകുന്നു അള്ളാഹുവിൽ അതിമഹത്തായ സ്ഥാനമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ മുസ്തഫാ وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد أوصيكم ثاني بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നതിനായി വസിയത്ത് ചെയ്യുന്നു. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ഇൻദ വന്ന അബ്ദി ബി വഅന മഅഹു ഇദാ ദക്കറനി. അല്ലാഹുവിനെ കുറിച്ച് ഒരു അടിമ എങ്ങനെയാണോ വിചാരിക്കുന്നത് അല്ലാഹു അവനോട് അങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞു, ദക്കറനി ഫീ നഫ്സി, അവൻ എന്നെ മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ ദക്കറഹു ഫീ നഫ്സി, എന്റെ മനസ്സിലും ഞാൻ അവനെ കുറിച്ച് ഓർക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ, അവൻ എന്നെ ഒരു സദസ്സിൽ വെച്ച് ഓർക്കുകയാണെങ്കിൽ ദക്കറഹു ഫീ മലഇൻ ഖൈറും മിൻഹു, അതിനേക്കാൾ നല്ലൊരു സദസ്സിൽ വെച്ച് ഞാൻ അവനെയും ഓർക്കുന്നതാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, നമ്മള് അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ, അവനെ പ്രകീർത്തിച്ചാൽ, അവനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് അവനെ ഓർത്താൽ, അവൻക്ക് ഒരു നന്ദി വാക്ക് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നാൽ ഇന്ന അടിമ എന്നെ ഓർക്കുന്നുണ്ട്, ഞാൻ അവനെയും ഓർക്കും. അവൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അവനെയും ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കുന്ന, എന്നിട്ട് പറയും, ഇന്നാൽ ഇന്ന അടിമയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ മലക്കുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയും, അള്ളാഹു ഇന്നാൽ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. ഒരാൾക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്നു, മലക്കുകളുടെ ഇഷ്ടം കിട്ടുന്നു. പിന്നെന്താണ് ഒരാളുടെ ജീവിതത്തിൽ ജനങ്ങൾ എന്ത് തന്നെ വിചാരിച്ചാലും എന്തു തന്നെ പറഞ്ഞാലും സംഭവിക്കാനുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയത്. കൂടുതലൊന്നും വേണ്ടല്ലോ. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കണ്ണിലെ ബഹുമാനിയനായ എ അബ്ദുൽ ഹമീദ് വടീനി, അദ്ദേഹം വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ആശുപത്രിയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രണ്ട് സഹോദരങ്ങൾ കോഴിക്കോട് തോപ്പിയിൽ സ്വദേശി സദസ്സിത്, അതുപോലെ തന്നെ കണ്ണമംഗല സ്വദേശി തെൻസീർ,
രണ്ടുപേരും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി. ചെറുപ്പക്കാരായ ആളുകളാണ്. മാരകമായ രോഗമാണ് പിടിപെട്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണം തമ്പുരാനെ. അവരെയും നമ്മളെയും ഈ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണം തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر.